നമ്മളപ്പോൾ ബേസിക്കായിട്ട് ലിനക്സിൻ്റെ കമാൻഡ്സും കാര്യങ്ങളും ഒക്കെ ഇതുവരെയും പഠിക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ലിനക്സിൻ്റെ ബേസിക് കമാൻഡ്സ് ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഏത് ഫോൾഡറിലാണ് അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് PWD. PWD എന്ന് വെച്ചാൽ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അപ്പോൾ PW എന്ന് പറഞ്ഞാൽ അടിച്ചാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ /home/ഹേമന്ത്, അതായത് ഹോം എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് ഹേമന്ത് എന്ന് പറയുന്ന ഫയലിനകത്താണ് നിൽക്കുന്നത്. ഇനിയും ഫയലിനെ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? LS മീൻസ് ലിസ്റ്റ് ദ ഫയൽസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ കറണ്ട് ഫോൾഡർ എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. LS അടിച്ച് നോക്കുമ്പോഴത്തേക്കും നോക്കിക്കേ, ഇപ്പോൾ ഇതിൽ 5-6 ഫോൾഡേഴ്സ് ഉണ്ട്. ഫോൾഡേഴ്സിനാണ് നമ്മൾ ഈ പറയുന്നത് ബ്ലൂ കളർ കാണിക്കുന്നത്. ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്, മ്യൂസിക്, പിക്ചേഴ്സ്, പബ്ലിക്, ഇതെല്ലാം ഫോൾഡേഴ്സാണ്. ഇത് 2 വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ ഒരെണ്ണത്തിനകത്ത് കയറണം. ഇപ്പം ഡെസ്ക്ടോപ്പിനകത്ത് കയറണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് CD മീൻസ് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. CD അടിച്ചിട്ട് ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് ഡെസ്ക്ടോപ്പിനകത്താണ് വേണ്ടത്. CD ഡെസ്ക്ടോപ്പ്. ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലിനക്സ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ CD ഡെസ്ക്ടോപ്പ്, ഇപ്പോൾ എന്താണ് ഡെസ്ക്ടോപ്പിനകത്തോട്ട് കയറി അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഹേമന്ത് SB ഡെസ്ക്ടോപ്പ്. ഈ ടിൽഡ കണ്ടോ നിങ്ങൾ? ഈ ടിൽഡ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹോം ഡയറക്ടറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോം ഡയറക്ടറിയിലെ ഡെസ്ക്ടോപ്പിനകത്ത്. വേറൊരു കാര്യം പറയാൻ വന്നത്, ഇതാണ് നോർമലി, അതായത് hemant HP. ഇത് കണ്ടോ? ഇതൊന്ന് കൊണ്ട് മനസ്സിലാക്കുന്നത് ഫസ്റ്റത്തെ ഹേമന്ത് എന്ന് പറയുന്നത് ഏത് യൂസറാണോ ഇപ്പോൾ കറൻ്റ്ലി ലോഗിൻ ചെയ്തിരിക്കുന്നത് അയാളുടെ അല്ലെങ്കിൽ ആ യൂസറുടെ പേരാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഹേമന്ത്. പിന്നെ ഈ ഹേമന്ത് HP എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബേസിക് സിൻടാക്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ശ്രദ്ധിക്കുക ഇതൊക്കെ. അപ്പോൾ ഹേമന്ത് എന്ന് പറയുന്നത് ഈ ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് യൂസറും, സെക്കൻഡത്തെ ഇതെന്ന് പറയുന്നത് ഹോസ്റ്റ് നെയിമും. ഇനി അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ ടിൽഡ സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് ഈസ് ഇൻ ദ ഹോം ഡയറക്ടറി. അപ്പോൾ ഹോം ഡയറക്ടറിക്ക് അകത്ത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുകയാണ് ഇപ്പം. ഇനി ഈ ഡെസ്ക്ടോപ്പിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണാൻ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ അതേ കമാൻഡ് തന്നെ LS അടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം അതിനകത്ത് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഫയലുണ്ട്. ന്യൂ ഫോൾഡർ എന്ന് പറയുന്നത് ഫോൾഡർ ഉണ്ട്, ഫോൾഡർ അഥവാ ഡയറക്ടറി. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് മേക്ക് ഡയറക്ടറി അല്ലെങ്കിൽ MKDIR മീൻസ് മേക്ക് ഡയറക്ടറി. അപ്പോൾ മേക്ക് ഡയറക്ടറി ഏത് ഫോൾഡറിൻ്റെ ഒരു പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഫോൾഡറിൻ്റെ ഒരു പേര് കൊടുക്കണം. നമുക്ക് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഞാനൊരു ഫോൾഡറുടെ പേര് കൊടുത്തു. അപ്പോൾ MKDIR ട്രിവാൻഡ്രം എന്ന് കൊടുത്താൽ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയുന്ന ഫോൾഡർ ക്രിയേറ്റ് ആയോ ഇല്ലയോ? LS അടിക്കുക. LS മീൻസ് ലിസ്റ്റ്. LS അടിക്കുമ്പോഴത്തേക്കും നോക്കിക്കേ, ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഫോൾഡർ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിലുള്ളതാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ അകത്തേക്ക് എനിക്ക് കയറണം. അപ്പോൾ ഏത് കമാൻഡാണ്? CD കമാൻഡ് യൂസ് ചെയ്തിട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ CD ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രത്തിനകത്തോട്ട് കയറി. നിങ്ങൾ ഈ പാത്ത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, ഹേമന്ത് HP ഡെസ്ക്ടോപ്പ് ട്രിവാൻഡ്രം. അപ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഫോൾഡർ അകത്തേക്കാണ് നിൽക്കുന്നത്. ഇനിയും ഈ ഫോൾഡർ അകത്ത് നിന്നിട്ട് നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അപ്പോൾ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ 2 മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ക്യാറ്റ് കോൺകാറ്റിനേറ്റിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ആരോ ഉണ്ടല്ലോ, റൈറ്റ് ബട്ടൺ, ഈ ആരോ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആരോ കൊടുത്തതിന് ശേഷം ഏത് ഫയലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫയലിൻ്റെ പേരാണ് ഉദ്ദേശിച്ചത്. ഏത് ഫയലിൻ്റെ പേരാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ പേരെന്താണോ അതാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്യാറ്റ് TVM1 എന്ന് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ഈ TVM1ൻ്റെ അകത്തേക്ക് എന്ത് ടെക്സ്റ്റാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാനിവിടെ സാമ്പിൾ ടെക്സ്റ്റ് റിട്ടേൺ ഇൻസൈഡ്
tvm ഫയൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് എൻ്റർ കൊടുക്കുക, എന്നിട്ട് Ctrl+C അടിക്കുക. അപ്പോൾ സംഭവമായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നോക്കാൻ എന്താണ് ചെയ്യുന്നത്, ആദ്യം ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുക ls അടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഏത് ഫോൾഡറിലാണ്, ഡെസ്ക്ടോപ്പിനകത്ത് ട്രിവാൻഡ്രത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നോക്കുമ്പോഴത്തേക്കും tvm1 എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട് എന്നാണ് മനസ്സിലായി. ഈ ഫയൽ തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് cat തന്നെയാണ് യൂസ് ചെയ്യുന്നത്. cat tvm1, അതായത് നമ്മൾ കൊടുത്ത പേര് തന്നെ. നോക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മൾ പഴയ കൊടുത്ത അല്ലെങ്കിൽ പഴയ കണ്ടന്റ്, നമ്മൾ ഏതാണോ കണ്ടന്റ് കൊടുത്തത് ആ കണ്ടന്റ് തന്നെ ഇതിൽ വന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഫയലിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഫയലാണ് tvm1. ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഒരു ഫയലാണ് tvm1. അപ്പോൾ tvm1 നമ്മൾ തുറക്കാൻ പോവാണ്. cat tvm വെച്ചിട്ട് വെച്ച് തുറന്നപ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത കണ്ടന്റായ സാമ്പിൾ ടെക്സ്റ്റ് റിട്ടേൺ ഇൻസൈഡ് tvm ഫയൽ എന്ന് പറയുന്ന കണ്ടന്റ് ഡിസ്പ്ലേ ആയി. ഇതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് cat എന്ന് പറയുന്നത് കോൺകാറ്റിനേറ്റിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ cat വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഏതൊരു ഫയലും ഏതൊരു ഫയലും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക, പുതിയൊരു കമാൻഡാണ് cat. ഓക്കെ, അപ്പോൾ അതാണ് ആ സംഭവം. ഇനി അടുത്തത് വേറെ ഞാൻ പറഞ്ഞു, പല രീതിക്ക് വെച്ചിട്ട് നമുക്കൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫോൾഡറിനകത്തേക്ക്. അപ്പോൾ അതിലൊരു മെത്തേഡാണ് നമ്മൾ cat ഇത് കണ്ടു കഴിഞ്ഞു. അടുത്ത മെത്തേഡാണ് ടച്ച് എന്ന് പറയുന്ന ഫയൽ വെച്ചിട്ട് ടച്ച് എന്ന് പറയുന്ന ഒരു കമാൻഡ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടച്ച് നമുക്ക് tvm2 തന്നെ ഇരിക്കട്ടെ, tvm2. അപ്പോൾ ടച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആ ഫയൽ ക്രിയേറ്റ് ആയി ആക്ച്വലി, പക്ഷേ നമ്മൾ അതിൻ്റെ കണ്ടന്റ് വീണ്ടും മാനുവലി കൊടുക്കേണ്ടി വരും. അപ്പം നോക്കിക്കേ, ടച്ച് tvm2. അപ്പം നമ്മൾ ഈ tvm2 എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ആയി വലിയ എങ്ങനെ അറിയുന്നത്, ls എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ലിസ്റ്റ്. ഏതൊരു സാധനത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഏതൊരു ഫോൾഡറിനകത്തോ ആ ഫോൾഡറിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡാണ്, ലിസ്റ്റ്. ls എന്ന് പറയുന്ന സാധനം, അതും മറക്കരുത്. ls എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ls നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ അതെ, tvm1 ഉണ്ട്, tvm2 ഉണ്ട്. tvm1 ഏതാ, നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത് tvm1 ആണ്, tvm1. ഇപ്പോൾ tvm2 എന്ന് പറയുന്നതിലേക്ക് പുതിയ സാധനം. tvm2വിനകത്ത് നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് എന്താണെന്ന് നോക്കാം, നമുക്ക് cat വെച്ച് തന്നെ നോക്കാം. cat tvm2 നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ആവത്തില്ല, അത് നമുക്കറിയാം അല്ലേ. cat tvm2 ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടന്റ് കൊടുക്കണം. അപ്പോൾ കണ്ടന്റ് കൊടുക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ കൊടുക്കും, ഇവിടെ നമ്മൾ ടച്ച് വെച്ചിട്ടാണ് വിളിച്ചത് അല്ലേ. അപ്പോൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നാനോ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. എന്താണ് നാനോ. അപ്പം നാനോ എന്ന് പറയുമ്പോഴത്തേക്കും നാനോ tvm2 എന്ന് പറഞ്ഞു കൊടുത്താൽ ആ tvm2വിൻ്റെ ടെക്സ്റ്റ് എഡിറ്ററിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നാനോ ഫയലിനകത്ത് കയറുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ കണ്ടന്റ് നമുക്ക് വേണ്ടത് അത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രം പൊളിയാണ് അതിനെ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+X. അപ്പോൾ Ctrl+X അടിക്കുമ്പോഴത്തേക്കും സേവ് മോഡിഫൈഡ് ബഫർ എന്ന് അവർ താഴ്ച വയ്ക്കും. ഇപ്പോൾ താഴ്ച വയ്ക്കുമ്പോൾ യെസ് ആണെങ്കിൽ നമ്മൾ y കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പറയുന്നു tvm2വിനകത്ത് കണ്ടന്റ് സേവ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം ഒന്നുകൂടെ. ഇപ്പോൾ ls അടിക്കുന്നു. tvm2 നമുക്ക് തുറക്കാൻ ഏത് ഫോൾഡറാണ്, ഏത് കമാൻഡാണ്, cat tvm2. കണ്ടോ, ട്രിവാൻഡ്രം പൊളിയാണ് എന്ന് പറഞ്ഞ സാധനം വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ രണ്ടാമത്തെ രീതിക്കാണ് നമ്മൾ പറഞ്ഞത്. cat വെച്ചിട്ട് ഒരു ആരോ അല്ലെങ്കിൽ റൈറ്റ് ആരോ വെച്ചിട്ട് നമ്മൾ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് മെത്തേഡ് എന്താണ്, ടച്ച് വെച്ചിട്ട് ടച്ച് ചെയ്യുന്നതിന് ശേഷം നാനോ യൂസ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് ഒരു വിം എഡിറ്ററാണ്. ഈ വിം എന്ന് പറയുന്ന ഒരു കാര്യം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കരുതുക. വിം എഡിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് എഡിറ്ററിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫർദർ എഡിറ്റ് ചെയ്യുക. അതായത് ഈ വലിയ പാരഗ്രാഫ് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് വിം എഡിറ്റർ വെച്ചിട്ടാണ്. നാനോ ടച്ചും ഒക്കെ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ വിം എഡിറ്ററിലാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിം എഡിറ്റർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റം ഉബുണ്ടു, എൻ്റെ കേർണൽ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉബുണ്ടു ആണ്. അപ്പോൾ ഉബുണ്ടുവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ sudo apt ഇൻസ്റ്റോൾ വിം എന്ന് പറയുന്ന സംഭവം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് കമാൻഡ്, sudo apt install vim എന്ന് കൊടുത്താൽ വിം എഡിറ്റർ ഇൻസ്റ്റാൾ ആയി വരും. ഇനി നമുക്ക് വിം എഡിറ്റർ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വിം tvm3 എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വിം എഡിറ്ററിൻ്റെ എഡിറ്റിംഗ് പേജിലേക്കാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലാണ് നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റാണ് വേണ്ടത് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ചുമ്മാ ഇങ്ങനെ ഞാനിപ്പോൾ കീബോർഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും ആവുന്നില്ല. അപ്പോൾ
അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്യുക. എസ്കേപ്പ് പ്രസ് ചെയ്തതിന് ശേഷം ഐ എന്ന ബട്ടൺ കണ്ടു. അപ്പോൾ ഐ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഒരു ഓപ്ഷൻ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇൻസേർട്ട് കമാൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ദ സിസ്റ്റം അല്ലെങ്കിൽ ദ എഡിറ്റർ ഇനേബിൾസ് അസ് ടു എഡിറ്റ് ദ ഫയൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ദ കണ്ടൻസ് ദാറ്റ് വി നീഡഡ് ടു പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോഴാണ് എനേബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. It is one of the most beautiful cities in the state. The main attraction here is എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കുക. കാര്യം മനസ്സിലല്ലോ. അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ താഴോട്ട് കൊടുക്കാം, ഇവിടുന്ന് നമുക്ക് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മൗസ് കൊണ്ട് ഇതാവത്തില്ല, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാര്യങ്ങൾ അടിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് സേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് എക്സിറ്റ് ബാക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ എസ്കേപ്പ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് പോയി. ഇനി എന്നിട്ട് ഇവിടുത്തെ ഒരു കമാൻഡാണ് കോളൺ WQ, അതായത് താഴത്തെ പോർഷൻ ശ്രദ്ധിക്കുക. WQ എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ W ഇൻഡിക്കേറ്റ്സ് സേവ്, Q മീൻസ് ക്വിറ്റ്, അതായത് സേവ് ചെയ്തിട്ട് ഇറങ്ങി പോവുക. മനസ്സിലായോ? ഇപ്പോൾ W അടിച്ച് സേവ്, Q എന്ന് വെച്ചാൽ ക്വിറ്റ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. ഇനി ഇത് നോക്കാനായി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ എന്തൊക്കെ ഫയൽസാണ് നിങ്ങൾ തന്നെ പറയും, എന്തൊക്കെ ഫയൽസാണ് ഇതിലുള്ളത്. നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തപ്പോൾ TVM1 ഉണ്ട്, TVM2 ഉണ്ട്. ഇപ്പോൾ നമ്മൾ Vim TVM3 കൊടുത്തു. അപ്പോൾ TVM3 ഓൾറെഡി ഉണ്ട്. TVM3-നകത്ത് നമ്മൾ കണ്ടന്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് കാണുന്നത് എങ്ങനെ? ക്യാറ്റ് വെച്ചിട്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. LS നമ്മൾ അടിക്കുമ്പോൾ TVM1, TVM2, TVM3 തുറക്കാൻ എങ്ങനെയാണ്? ഏത് സാധനം തുറക്കാനാണെങ്കിലും ക്യാറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ക്യാറ്റ് TVM3 എക്സെപ്റ്റ് ഫോൾഡേഴ്സ് ആണ് കേട്ടോ. ഫോൾഡേഴ്സ് തുറക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ CD കമാൻഡാണ്. ഇതിപ്പോൾ ഫയലാണ്. അപ്പോൾ ഫയൽ ആയതുകൊണ്ട് ക്യാറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്, കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ക്യാറ്റ് TVM3 നമ്മൾ കൊടുത്ത അതേ കണ്ടന്റ് തന്നെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് സംഭവം. ക്യാറ്റ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഈ ടച്ചിൻ്റെ ഒക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ ടച്ചൊക്കെ എന്തിനാണെന്ന്? ടച്ചിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മോർ ദാൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാമല്ലോ. ടച്ച് എന്ന് പറയുന്ന ഫയൽസ് വിളിച്ചിട്ട് ടച്ച് ഫയൽ 1, ഫയൽ 2, ഫയൽ 3, ഫയൽ 4 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. കണ്ടോ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതെ ഫയൽ 1, ഫയൽ 2, ഫയൽ 3, ഫയൽ 4, TVM1, TVM2, TVM3. മനസ്സിലായി? അപ്പം നമ്മൾ എന്തൊക്കെ ഫയൽസ് ആണോ വേണ്ടത് അതെല്ലാം നമ്മൾ ടച്ച് വെച്ചിട്ട് വിളിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റഡ് ആവും. മനസ്സിലായില്ലേ? നമുക്ക് ഓരോന്ന് മാനുവലി ക്യാറ്റ് പോലെ അല്ലെങ്കിൽ വിം പോലെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ക്രിയേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ഡിഫറൻസ് എന്താണ്? വിമ്മും ക്യാറ്റും ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് മൾട്ടിപ്പിൾ ഫയൽസിൻ്റെ കേസാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ഫയൽസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ടച്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഫയലിനെ ഡിലീറ്റ് ചെയ്യണം. ഫയലിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഇതിപ്പം എനിക്കിപ്പോൾ ഫയൽ 1, ഫയൽ 2, ഫയൽ 3 അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ RM RM എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ പേര് തന്നെ, ആ കമാൻഡ് തന്നെ ഉണ്ട്. RM മീൻസ് റിമൂവ് ദ ഫയൽ അല്ലെങ്കിൽ റിമൂവ് എന്നാണ് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത്. അപ്പോൾ RM എന്തൊക്കെയാണ്? ഫയൽ 1 ആണ് എനിക്ക് കളയേണ്ടത്. അപ്പോൾ RM ഫയൽ 1 അടിച്ചു. ഇനി നമ്മൾ നോക്കാം, LS അടിച്ച് നോക്കുക. അപ്പോൾ അതെ ഫയൽ 1 ഉണ്ടോ? ഇല്ല. ഫയൽ 2, ഫയൽ 3, ഫയൽ 4, TVM1, TVM2, TVM3. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യണം. അതിനും ഈ RM കമാൻഡ് തന്നെയാണ്. RM ഫയൽ 2. എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് ഇനി ഫോൾഡറിനെ നമ്മൾക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഏത് പേജിലാണ്, ഐ മീൻ ഏത് പാത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഏത് കമാൻഡാണ് ഏറ്റവും ആദ്യം പിടിച്ചത്? PWD മീൻസ് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അപ്പോൾ ഹോമിൽ, ഹേമന്തിൽ, ഡെസ്ക്ടോപ്പിൽ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഫോൾഡർ. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. MKDI ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
mkdir ഫോൾഡറിൻ്റെ പേര്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ വെളിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. വെളിയിൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന എവിടെയാണ്, പാത്ത് എവിടെയാണ്, PWD അടിച്ച് നോക്കാം. പാത്ത് ഡെസ്ക്ടോപ്പിനകത്ത് ട്രിവാൻഡ്രത്തിനകത്താണ്. നമുക്ക് ഈ ട്രിവാൻഡ്രത്തിൻ്റെ വെളിയിൽ ഇറങ്ങണം, ഡെസ്ക്ടോപ്പിനകത്ത് വേണം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, CD ഡോട്ട് മനസ്സിലായോ, CD ഡോട്ട് എന്നടിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ആ പാത്ത് നോക്കിയേ, /ഡെസ്ക്ടോപ്പ്, ഒന്നുകൂടെ PWD നോക്കാം, ഹോമിൽ ഹേമന്തിൽ ഡെസ്ക്ടോപ്പ്, mkdir സാമ്പിൾ ഫോൾഡർ, അല്ലെങ്കിൽ mkdir കേരള എന്നോട്. ഓക്കെ, mkdir കേരള. അപ്പോൾ ഇപ്പോൾ കേരള എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആയി. LS നോക്കിക്കേ, എന്ത് ചെയ്യുക, കേരള ഉണ്ട്, ന്യൂ ഫോൾഡർ ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പോൾ നമുക്ക് കേരളയിലേക്ക് കയറണം. എന്താ, CD K സ്മോൾ അല്ലേ, കേരള. അപ്പോൾ കേരളത്തിൻ്റെ അകത്തേക്ക് കയറി PWD അടിച്ച് നോക്കുന്നു, ഹോമിനകത്ത് ഡെസ്ക്ടോപ്പിനകത്ത് കേരള. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കേരള എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് നിൽക്കുന്നത്. ഇനി ഇവിടെ ഒരു ഫയലിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, ടച്ച് ഫയൽ 2 ഫയൽ 4, ചുമ്മാ ഇരിക്കട്ടെ, ചുമ്മാ റാൻഡമാണ് കേട്ടോ പഠിച്ചത്. ഓക്കെ, ഇങ്ങനെ ഇത്. ഇനി എനിക്ക് ആ കേരള എന്ന് പറഞ്ഞ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വെളിയിൽ ആദ്യം ഇറങ്ങണം, CD ഡോട്ട് CD അതിൻ്റെ സ്പേസ് ഡോട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ വെളിയിലാണ്, ഡെസ്ക്ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനിയും അടുത്ത് നമ്മൾ എന്താണ് ചെയ്യണത്, ഇനി നമ്മൾ റിമൂവ് ആണ് പറയുന്നത്. അപ്പോൾ റിമൂവ്, ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, RMDIR. എന്താടാ, അത് പേര് തന്നെ ഇല്ലേ, റിമൂവ് ഡയറക്ടറി. അത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അപ്പുറം ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്തത്, RM വെച്ചിട്ട്. ഒരു ഫോൾഡർ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്, RMDIR സ്പേസ് ഏത് ഫോൾഡറാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, കേരള. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ എന്താണ്, കേരള ഡയറക്ടറി നോട്ട് എംപ്റ്റി, അതായത് കേരള എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് ഒരു ഫയൽ കിടപ്പുണ്ട് അല്ലേ, അതായത് ആ ഡയറക്ടറി എംപ്റ്റി അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, വേണ്ട, നമുക്ക് വേറെ സാധനമുണ്ട്, RMDIR ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫയൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്തത്, RM എന്ന് പറഞ്ഞ കമാൻഡാണ്. അപ്പോൾ RM -R, ശ്രദ്ധിക്കുക, RM -R കമാൻഡ് കേരള, ഫോൾഡർ നെയിം കേരള. അപ്പോൾ RM എന്ന് പറയുന്നത് റിമൂവ് ആണ്, -R എന്ന് വെച്ചാൽ RM -R കേരള, അതായത് കേരള എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്തെ -R മീൻസ് റെപ്പോസിറ്ററി, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റാസ് ഉൾപ്പെടെ ചേർത്ത് റിമൂവ് ചെയ്യുക എന്നാണ് മീനിങ്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കാം. എല്ലാം അടിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ന്യൂ ഫോൾഡർ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം കേരള എന്ന് പറഞ്ഞ ഫോൾഡർ, ആ ഫോൾഡറിനകത്തേക്ക് നമുക്കിപ്പോൾ ഫയൽ 1 എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, RMDIR കേരള എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ഫയൽ ഡിലീറ്റ് ആവും. ഇപ്പം എന്തുകൊണ്ട് ഡിലീറ്റ് ആയില്ല, ആ കേരള എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഒരു ഫയൽ കിടപ്പുണ്ടായിരുന്നു, ഫയൽ 1 എന്ന് പറഞ്ഞൊരു പേരിൽ ഫയൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫയൽ 1 ഉള്ള സ്ഥിതിക്ക് നമ്മൾ സാധാരണ ഒരു ഫയൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, RM വെച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഡീഷണലി RM -R എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടും കൂടെ ചേർത്തിട്ടാണ്, ആട്രിബ്യൂട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഏത് ഫോൾഡറാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഫോൾഡറെ പേര്, അതായത് സിൻടാക്സ് ഇതാണ്, RM -R കേരള, RM -R ഫോൾഡർ നെയിം. മനസ്സിലായോ? അപ്പോൾ റിമൂവ് ഇൻക്ലൂഡിങ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ദ ഡേറ്റ കേരള ഫോൾഡർ നെയിം. ഓക്കെ, നിൽക്കുന്നതെന്ന് പഠിച്ചു, ലിസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിച്ചു, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, ഫയൽ ഡിലീറ്റ് ചെയ്യുന്ന പഠിച്ചു, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്.